വാർത്ത അങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF ജയിക്കുള്ളൂ, ഒരു സംശയം വേണം. അതിനിടയിൽ UDF നേതൃത്വം കൊടുക്കുന്ന അതാ പറഞ്ഞത്, എന്ത് പ്രതിസന്ധി ഉണ്ടായാലും UDF ജയിക്കുള്ളൂ. ശശി തരൂരിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഇടപെടൽ? ഒരു വിഷയം രണ്ട് വിഷയം അല്ല, ഒരുപാട് വിഷയങ്ങൾ ഇനി ഉണ്ടാവും. പക്ഷെ എന്ത് വിഷയം ഉണ്ടായാലും ഈ ഭരണത്തിന് ജനങ്ങളെതിരാണ് UDF ജയിക്കും. തരൂരിന്റെ ഒരു നീക്കം ഞെട്ടിച്ചു കളഞ്ഞു. നിങ്ങൾ കിട്ടിയോ? ഞങ്ങൾ ഞെട്ടി. ഈ തിരുവനന്തപുരത്ത് ഇന്നലെ ഒരു കൂട്ടക്കൊലപാതകം നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഗതിയാണ് തിരുവനന്തപുരത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടത്. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അങ്ങേറ്റത് അപലപനീയമായ ഞെട്ടിക്കുന്ന കാര്യമാണ് ഇത് കേട്ടത്. കേരളത്തിന് തന്നെ ഒരു അപമാനമായിട്ടുള്ള കാര്യമാണ്. അത് ഒരു കുടുംബത്തിലെ 5ഓളം പേര് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയ ഒരു അവസ്ഥ. എന്താണ് ഇതിന് പിന്നിലെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അയാളിതിനെ പ്രേരിപ്പിച്ച വികാരം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഡ്രഗ് അഡിക്ഷനാണോ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ മാനസിക രോഗമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തിയിട്ട് തന്നെ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇതിലൊറ്റൊരു വിമർശനം വന്നിട്ടുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയി യുവാവ് പറഞ്ഞതിന് ശേഷമാണ് പോലീസ് പറഞ്ഞതെന്നുള്ളതാണ്. ആഭ്യന്തര വകുപ്പ് അറിയാതെ പലതരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതൊക്കെ തന്നെ അന്വേഷണ വിഷയത്തിൽ പെടുമല്ലോ. ഇപ്പം അന്വേഷണം നടക്കട്ടെ. അതാണ് ഞങ്ങൾ വെറുതെ മനുഷ്യത്വരഹിതമായ സംഭവമാണ്. മൃഗീയം അതുകൊണ്ട് മൃഗങ്ങളെ മാതിരിയാണ് ഭയങ്കരമായിപ്പോയി. മൃഗങ്ങൾക്ക് അപമാനമാണ് ഈ പേര് പറഞ്ഞത്. ഒരു മൃഗവും ഇങ്ങനെ ചെയ്യില്ല. ഭയങ്കരമായിപ്പോയി. വളരെ മോശമായ ഒരു സംഗതിയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പൊടിന് മുമ്പ് ഇത് എന്താ കാരണം എന്ന് കണ്ടുപിടിക്കണം. ഞങ്ങൾ പറഞ്ഞ പോലെ ഡ്രഗ് ആണെങ്കിൽ ഡ്രഗ് ഒരു സാമൂഹിക വിപത്താണ്. അത് തന്നെയാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും കേരളത്തിൽ മയക്കുമരുന്ന് ഒരു വലിയ വിഷയം തന്നെയാണ്. അതിൽ ഗവൺമെൻറ്റിന് ഉത്തരവാദിത്തമുണ്ട്. ഒരു കൊല അറിഞ്ഞോ അറിഞ്ഞില്ലേ എന്നുള്ളതല്ല, കൊലകൾ ഇനിയും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മയക്കുമരുന്ന് ഇങ്ങനെ പോയാൽ. ഈ തിരുവനന്തപുരത്തെ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അളവരം കരിയും പറയുന്നത് പാട്ടപ്പിരിവാണ് എന്നുള്ളതാണ്. ഈ ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഈ അളവരം കരിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത് ഒരു പാട്ടപ്പിരിവിന് വേണ്ടിയുള്ള സമരമാണ് എന്നുള്ളതാണ്. ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണം. മോശമാണ്. കാരണം ആശാ വർക്കർമാരെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അവരെ വെല്ലുവിളിക്കേണ്ട കൂട്ടറല്ല, വീടുകളിൽ പോയി കണ്ണീർ വെക്കുന്ന കൂട്ടറാണ്. അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ കഴിയുമെങ്കിൽ ഗവൺമെൻറ് നേർക്ക് നേരെ അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാതെ കൊടുക്കണം. ചിലവ് വേറെ സ്ഥലത്തൊക്കെ വെട്ടി കൊടുത്തു പോയി, അവർക്കൊക്കെ ഉള്ളത് കൊടുക്കണം. അത് കൊടുക്കാതെയാണോ ഈ ചിലവിൻ്റെ വർത്താനം പറഞ്ഞത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ്. പൂർത്തിയാവും. അതിൽ തീരുമാനം ശുഭപ്രതീക്ഷ പോസിറ്റീവാണ്.